നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ദിവസമായ ഇന്ന് രാവിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ പ്രതികരണം പുറത്തു വന്നപ്പോൾ ആ പ്രതികരണത്തിൽ കാണാൻ സാധിക്കുന്നത് ചെറുതല്ലാത്ത രീതിയിലുള്ള ആശങ്കകളാണ്. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെന്നും യു.ഡി.എഫിന്റെ വോട്ട് ബാങ്കിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്നും ആര്യടൻ ഷൗക്കത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതിനൊപ്പം പോളിംഗ് ശതമാനം കുറയാൻ ഇടയില്ലെന്നും അതുകൊണ്ട് തന്നെ യു.ഡി.എഫ് നിലമ്പൂരിൽ ചരിത്ര വിജയം നേടുമെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ ഷൗക്കത്തിന്റെ ആ പ്രസ്താവനയ്ക്ക് കടുപ്പം പോരായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 59 പുതിയ ബൂത്തുകൾ കൂടിയുണ്ടെന്നും അതുകൊണ്ട് ജനങ്ങൾക്ക് തിരക്കില്ലാതെ വോട്ട് ചെയ്യാനാകുമെന്നും പറയുന്ന ഷൗക്കത്ത് പോളിംഗ് ശതമാനം കുറയാൻ സാധ്യതയില്ലെന്നാണ് പ്രതികരിച്ചത്. എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പി.വി. അൻവർ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരു ചർച്ചയായിട്ടുണ്ട്. ഈ സംഗതിയാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നത്. കാരണം പി.വി. അൻവർ പിടിക്കുന്ന വോട്ടുകൾ യു.ഡി.എഫിന്റെ ഭൂരിപക്ഷം കുറയ്ക്കും എന്ന സാഹചര്യമാണ് ഇവർ മുന്നിൽ കാണുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി കേരളത്തിലെ പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളെടുത്ത് നോക്കിയാൽ മനസ്സിലാകും അൻവറിന് അനുകൂലമായിട്ടുള്ള കമൻറ്റുകൾ ധാരാളം ഉണ്ടാകുന്നുണ്ട് എന്ന്. ഇലക്ഷൻ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പി.വി. അൻവറിന് അനുകൂലമായ ഒരു വികാരം നിലമ്പൂരിൽ ഉയർന്നു വന്നാൽ അത് വലിയ രീതിയിൽ തങ്ങളുടെ വോട്ടുകൾ പിടിച്ചു മാറ്റും എന്നു തന്നെയാണ് യു.ഡി.എഫ് ഭയപ്പെടുന്നത്. ഈ ഭയത്തിൻ്റെ അലയലുകളാണ് തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ സംസാരിച്ച ആര്യടൻ ഷൗക്കത്തിൻ്റെ വാക്കുകളിൽ നിഴലിക്കുന്നതും. മാത്രമല്ല, ഇന്ന് രാവിലെ ഷൗക്കത്തിനെ പൂർണ്ണമായി നാണം കെടുത്തുന്ന രീതിയിൽ പി.വി. അൻവർ പെരുമാറുകയും ചെയ്തിരുന്നു. നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ ഷൗക്കത്ത് അവിടെ പി.വി. അൻവർ ഉണ്ടെന്നറിഞ്ഞ് അദ്ദേഹത്തിന് അടുത്തേക്ക് എത്തുകയായിരുന്നു. ആര്യടൻ ഷൗക്കത്ത് തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ട പി.വി. അൻവർ തന്നെ കെട്ടിപ്പിടിക്കരുത് എന്ന് ഷൗക്കത്തിനോട് ആദ്യമേ ആവശ്യപ്പെടുകയായിരുന്നു. നിരവധി മാധ്യമ പ്രതിനിധികളുടെ മുന്നിൽ വച്ചാണ് പി.വി. അൻവർ ഇങ്ങനെ ആവശ്യപ്പെട്ടത്. ക്യാമറകൾ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു. ഒരർത്ഥത്തിൽ ആര്യടൻ ഷൗക്കത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നാണം കെട്ടുപോയി എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. എത്ര ശത്രുവായിരുന്നാലും നമ്മളോട് സൗഹൃദം കാണിക്കുന്ന ആ ശത്രുവിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ രീതി. അദ്ദേഹത്തിന് വിരോധമില്ലെങ്കിൽ എനിക്കും വിരോധമില്ല എന്ന ഒരു വഴിയാണ് നമ്മൾ പിന്തുടരുന്നത്. എന്നാൽ ഇങ്ങോട്ട് വന്ന് സൗഹൃദം കാണിച്ചാലും ആ സൗഹൃദത്തെ അവർ അംഗീകരിക്കുന്നില്ല എങ്കിൽ അത്രത്തോളം വിരോധം അവരുടെ മനസ്സിലുണ്ടെന്ന് നമ്മൾ കരുതണം. ഇവിടെയും യഥാർത്ഥത്തിൽ അതുതന്നെയാണ് സംഭവിച്ചത്. ഷൗക്കത്തിനോട് പി.വി. അൻവറിന് എത്രമാത്രം വിരോധമുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ നടന്ന ഈ സംഭവത്തോടെ വ്യക്തമായിരിക്കുകയാണ്. എന്നാൽ അതിനൊപ്പം തന്നെ പി.വി. അൻവർ തൻ്റെ വോട്ടുകൾ പിടിച്ചു മാറ്റുമെന്നുള്ള കാര്യം ആര്യടൻ ഷൗക്കത്ത് കണക്ക് കൂട്ടുന്നുമുണ്ട്. ആ ഒരു ഭയം അദ്ദേഹത്തിൻ്റെ രാവിലെയുള്ള പ്രതികരണത്തിൽ വ്യക്തമാണ്. ആത്മവിശ്വാസത്തോടെയാണ് താൻ സംസാരിക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ആര്യടൻ ഷൗക്കത്ത് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പിണറായി ഗവൺമെൻറ്റിൻ്റെ അഴിമതിയും അത് ജനങ്ങൾക്ക് ഉണ്ടാക്കിയ ദുസ്ഥിതിയും ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഭരണവിരുദ്ധ വികാരവും പിണറായി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കും ദുസ്ഥിതിക്കും എതിരെ ജനവിധി ഉണ്ടായതാണ്. ഭരണത്തിനെതിരെ ചിന്തിക്കുന്ന ആൾക്കാർ തോൽക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു. മിക്ക ബൂത്തുകളിലും നല്ല പ്രതികരണം കാണാനാകുന്നുണ്ട്. ചരിത്ര ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 9 വർഷമായി നിലമ്പൂർ അവഗണിക്കപ്പെടുകയാണ്. വിവിധ മുന്നണികളുടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് യു.ഡി.എഫിൽ ഉണ്ടായതെന്നും പുള്ളിക്കാരൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഷൗക്കത്ത് പ്രധാനമായി പറഞ്ഞത്. എന്നാൽ ഇതിൽ ഷൗക്കത്ത് പറയുന്ന ഒരു കാര്യം, അതായത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം യു.ഡി.എഫിനായിരുന്നു വിജയമെന്നും ഭരണവിരുദ്ധ വികാരത്തിനും പിണറായി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കും എതിരെയുള്ള ജനവിധിയായിരുന്നു അതെന്നുമാണ് ഷൗക്കത്ത് പറയുന്നത്. എന്നാൽ ഈ ഭരണകാലയളവിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും യു.ഡി.എഫ് ജയിക്കുകയായിരുന്നു എന്നൊരു ധാരണ മറ്റുള്ളവർക്ക് നൽകുകയാണ് യഥാർത്ഥത്തിൽ ഷൗക്കത്ത് ചെയ്യുന്നത്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യം മനഃപൂർവ്വം ഷൗക്കത്തും യു.ഡി.എഫ് നേതാക്കളും മിണ്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. യു.ഡി.എഫ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സീറ്റുകൾ യു.ഡി.എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു. അതുപോലെ തന്നെ എൽ.ഡി.എഫിൻ്റെ സിറ്റിംഗ് സീറ്റിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു. അതായത് ചുരുക്കി പറഞ്ഞാൽ ലാഭവുമില്ല നഷ്ടവുമില്ല ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കണക്കിൽ. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് തങ്ങൾക്ക് വലിയ ലാഭകരമാണ് എന്ന് വരുത്തി തീർക്കുകയാണ് യു.ഡി.എഫ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ പി.വി. അൻവറിൻ്റെ ചില ഇടപെടലുകൾ ഷൗക്കത്തിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, പി.വി. അൻവറിൻ്റെ ചില പ്രസ്താവനകൾ ആര്യടൻ ഷൗക്കത്തിനെ മാത്രമല്ല യു.ഡി.എഫ് നേതാക്കളെ മുഴുവൻ ഞെട്ടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് ലഭിക്കുന്ന വോട്ട് 75,000-ൽ നിൽക്കില്ലെന്നാണ് പി.വി. അൻവർ പറഞ്ഞത്. നിയമസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ നിലമ്പൂരിൽ നിന്ന് കാൽനടയായി പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വോട്ടിംഗ് പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു പി.വി. അൻവറിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെത്തിയത്. ഇത് അമിതമായ ആത്മവിശ്വാസമല്ലെന്നും ജനങ്ങളെ അറിയാവുന്നത് കൊണ്ടുള്ള ആത്മവിശ്വാസമാണെന്നും അൻവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഞാൻ ഒറ്റയ്ക്കല്ല നിയമസഭയിലേക്ക് പോവുക, ഒപ്പം നിലമ്പൂരിലെ ആയിരക്കണക്കിന് ആളുകളുമായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുക. ചർച്ച ചെയ്തു കഴിഞ്ഞു. ചിലപ്പോൾ കാൽനടയായി ഒരാഴ്ച എടുത്തായിരിക്കും പോവുക. അങ്ങനെയും ആലോചിക്കുന്നുണ്ട്. ഇത് സംഭവിക്കുമെന്ന് തന്നെയാണ് പി.വി. അൻവർ പറയുന്നതും. അമിതമായ ആത്മവിശ്വാസമല്ല, ഇത് ജനങ്ങളെ എനിക്കറിയാവുന്നത് കൊണ്ടുള്ള ആത്മവിശ്വാസമാണ്. എൻ്റെ പോരാട്ടം മലയോര കർഷകർക്ക് വേണ്ടിയാണ്. ചെറുതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിറ്റേ ദിവസം പോരാട്ടത്തിന് ആരംഭം കുറിക്കുമെന്നും പി.വി. അൻവർ പറഞ്ഞു. ഈ ഉപതെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫിൽ നിന്ന് 25% വോട്ടും യു.ഡി.എഫിൽ നിന്ന് 35% വോട്ടും തനിക്ക് തന്നെ ലഭിക്കുമെന്ന അമിത ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. സിനിമാ ഡയലോഗ് വച്ചാണ് പ്രചാരണം നടത്തിയത്. അതിനാൽ വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ആര്യാടന് കഥ എഴുതാൻ പോകാം. സ്വരാജിന് പാർട്ടി സെക്രട്ടേറിയറ്റിലേക്കും പോവാം. പക്ഷേ താൻ പോകുന്നത് നിയമസഭയിലേക്കായിരിക്കും. ഈ ഉപതെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫിൽ നിന്ന് 25% വോട്ടും യു.ഡി.എഫിൽ നിന്ന് 35% വോട്ടും തനിക്ക് തന്നെ ലഭിക്കുമെന്നും പി.വി. അൻവർ പറഞ്ഞു. നിലമ്പൂരിലെ ജനങ്ങളുടെ യഥാർത്ഥ വിഷയങ്ങൾ രണ്ട് മുന്നണികളും അവഗണിക്കുകയാണ് ചെയ്തത് എന്നും അൻവർ ആരോപിച്ചു. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരം നടക്കുന്നത് യു.ഡി.എഫും എൽ.ഡി.എഫും തമ്മിലാണെന്ന ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രസ്താവനയ്ക്ക് 2016 ആര്യാടൻ ഷൗക്കത്തിൻ്റെ ബൂത്തിൽ താൻ ആണ് ലീഡ് ചെയ്തതെന്ന് പി.വി. അൻവർ മറുപടി നൽകി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ ബൂത്തിൽ ലീഡ് നേടിയതും താൻ തന്നെയാണെന്നും അതിനാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാമെന്നും പി.വി. അൻവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ന് രാവിലെ അൻവർ നടത്തിയ ഈ പ്രസ്താവനകളിൽ നിന്നെല്ലാം അൻവറിൻ്റെ ലക്ഷ്യം യു.ഡി.എഫ് തന്നെയാണ് എന്ന് വ്യക്തമാവുകയാണ്. CPM-നോട് കലഹിച്ചിട്ടാണ് അൻവർ MLA സ്ഥാനം ഉപേക്ഷിച്ചതെങ്കിലും തനിക്ക് യു.ഡി.എഫിലേക്ക് കടന്നു ചെല്ലാമെന്ന വിശ്വാസം ആ സമയത്ത് അൻവറിനുണ്ടായിരുന്നു. എന്നാൽ യു.ഡി.എഫ് അൻവറെ പരിഗണിക്കാതെ ആയതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പി.വി. അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയമായി മാറി. ഈ ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ മാത്രമേ അൻവറിന് ഇനിയൊരു രാഷ്ട്രീയ ഭാവിയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഷൗക്കത്ത് നിലമ്പൂരിൽ വിജയിച്ചാൽ അവിടെ യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നത് അൻവറാണ്. അൻവറിൻ്റെ വാക്കുകൾക്ക് വില നൽകാതെ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ നിലമ്പൂരിൽ പി.വി. അൻവർ ഒരു വിഷയമല്ല എന്നു പറഞ്ഞ് യു.ഡി.എഫ് അത് തിരുത്തണമെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുക തന്നെ വേണം. അതേസമയം താൻ 70,000-ലധികം വോട്ടുകൾ നേടി നിലമ്പൂരിൽ വിജയിക്കുമെന്ന് അൻവർ പറയുന്നത് അദ്ദേഹത്തിന് ആത്മവിശ്വാസം കൂടുതലായതുകൊണ്ടല്ല. അത് യഥാർത്ഥത്തിൽ യു.ഡി.എഫിനെ മാനസികമായി തളർത്താനുള്ള പദ്ധതിയുടെ ഭാഗമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അൻവർ നിലമ്പൂരിൽ വിജയിക്കുമോ എന്ന ആശങ്ക യു.ഡി.എഫിനെ പിടികൂടിയാൽ, അതായത് ഇന്ന് വോട്ട് ചെയ്യാൻ പോകുന്ന യു.ഡി.എഫ് പ്രവർത്തകരെ പിടികൂടിയാൽ അത് വലിയ രീതിയിൽ യു.ഡി.എഫിൻ്റെ വോട്ടുകളെ ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. യഥാർത്ഥത്തിൽ തൻ്റെ ജയം എന്നതിലുപരി യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യമാണ് അൻവറിൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അവിടെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് വിജയിക്കാനുള്ള അവസരങ്ങൾ തുറന്നു നൽകുക എന്ന ലക്ഷ്യവും ഇപ്പോൾ അൻവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാണ് സൂചനകൾ. അത് യഥാർത്ഥത്തിൽ എൽ.ഡി.എഫിനെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെയല്ല, പകരം എൽ.ഡി.എഫ് വിജയിച്ചാലേ യു.ഡി.എഫ് അവിടെ തോൽക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം മുൻനിർത്തിയാണ് അൻവർ തൻ്റെ കരുക്കൾ നീക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആര്യാടൻ ഷൗക്കത്തിനോടായിരുന്നു ആദ്യം അൻവറിന് പക എങ്കിലും പിന്നീട് അത് വി.ഡി. സതീശൻ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് വിഭാഗത്തോടും ആവുകയായിരുന്നു. തന്നെ യു.ഡി.എഫ് മുന്നണിയിലെടുക്കാൻ സമ്മതിക്കാത്തത് സതീശനാണെന്ന് അൻവറിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായ ഷൗക്കത്തിൻ്റെ തോൽവി തൻ്റെ ശത്രുവായ ഷൗക്കത്തിനെ മാത്രമല്ല തകർക്കുന്നത് എന്നുള്ള കാര്യവും അൻവറിനറിയാം. ഷൗക്കത്തിനൊപ്പം തൻ്റെ യു.ഡി.എഫ് പ്രവേശനത്തിന് വിലങ്ങുതടിയായ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഈ തോൽവിയിലൂടെ കൃത്യമായ മറുപടി കൊടുക്കാൻ തന്നെയാണ് അൻവർ ഉദ്ദേശിക്കുന്നത്. നിലമ്പൂരിൽ തോൽവി സംഭവിച്ചാൽ പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ സതീശൻ ഉണ്ടാകില്ലെന്ന ഉറപ്പും അൻവറിനുണ്ട്. ഈ പി.വി. അൻവറിന് ആര്യാടൻ ഷൗക്കത്തിനോട് ഇത്രയും പക തോന്നാനുള്ള കാരണം എന്തായിരിക്കും? 2016 പി.വി. അൻവറും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ആ പോരാട്ടത്തിൽ പി.വി. അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. അതിൻ്റെ പേരിലാണോ ഈ അൻവറും ഷൗക്കത്തും തമ്മിലുള്ള പക ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. അതിനും എത്രയോ വർഷം മുൻപ്, അതായത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദും പി.വി. അൻവറിൻ്റെ പിതാവ് പി.വി. ഷൗക്കത്ത് അലിയും തമ്മിലുള്ള രാഷ്ട്രീയ ഭിന്നാഭിപ്രായങ്ങളിൽ നിന്ന് ഉടലെടുത്ത കുടിപ്പകയാണ് ഇപ്പോൾ വളർന്ന് അടുത്ത തലമുറയിലെത്തി നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഈ ആര്യാടൻ മുഹമ്മദും
പി വി ഷൗക്കത്ത് അലിയും ബന്ധുക്കളാണ് എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ തലമുറയിലെ ആര്യടൻ ഷൗക്കത്തും പി വി അൻവറും ബന്ധുക്കൾ തന്നെയാണ്. ഇവർ തമ്മിൽ ബന്ധുക്കളായിരുന്നെങ്കിലും രണ്ടുപേരും കോൺഗ്രസ് പാർട്ടിയിൽ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു. അതായത് ഒരു കുടുംബത്തിൽ നിന്ന് രണ്ട് ശക്തിമാന്മാർ വേണ്ട, ഒരാൾ മതി എന്ന അഭിപ്രായക്കാർ. അതിൻ്റെ ഭാഗമായി പി വി ഷൗക്കത്ത് അലിയെ ആര്യടൻ മുഹമ്മദ് ഒതുക്കി എന്നും പറയുന്നുണ്ട്. AICC അംഗം വരെ ആയിരുന്ന പി വി ഷൗക്കത്ത് അലിയുടെ വളർച്ചയ്ക്ക് തടസ്സമായത് ആര്യടൻ മുഹമ്മദ് ആയിരുന്നുവെന്ന ഒരു സംസാരം നിലമ്പൂരിൽ മുഴുവനുണ്ട്. മാത്രമല്ല, അൻവറിൻ്റെ പക ഇരട്ടിക്കാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട്. 1995 പി വി ഷൗക്കത്ത് അലിയുടെ വാർദ്ധക്യകാലത്ത് അദ്ദേഹം ഒരു കൊലക്കേസിൽ പ്രതിയാവുകയായിരുന്നു. ഒരു വൈകുന്നേരം ഷൗക്കത്ത് അലിയെ അറസ്റ്റ് ചെയ്യുന്നു. അന്ന് വണ്ടൂർ സർക്കിൾ ഇൻസ്പെക്ടറുടെ കീഴിലാണ് വണ്ടൂർ സ്റ്റേഷനും ഇടവണ്ണ സ്റ്റേഷനും. ഷൗക്കത്ത് അലിയെ വണ്ടൂർ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. സാധാരണ ഒരു കൊലക്കേസ് പ്രതിയോട് അന്ന് പോലീസുകാർ ചെയ്യുന്ന രീതി പോലെ ലോക്കപ്പിനുള്ളിൽ അടിവസ്ത്രത്തിൽ നിർത്തുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അന്ന് നിലമ്പൂരിലെ പ്രമുഖ നേതാവായ ആര്യടൻ മുഹമ്മദിനോട് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ഷൗക്കത്ത് അലിയുടെ കുടുംബം അഭ്യർത്ഥിച്ചു. ലോക്കപ്പിൽ നിന്നും ഇറക്കി സ്റ്റേഷനിൽ ഇരുത്തണമെന്നും പിറ്റേന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കണമെന്നും MLA ആയ ആര്യടൻ മുഹമ്മദ് പോലീസിനോട് പറയണമെന്നാണ് ഷൗക്കത്ത് അലിയുടെ കുടുംബം അഭ്യർത്ഥിച്ചത്. എന്നാൽ ആര്യടൻ മുഹമ്മദ് അത് ചെവിക്കൊള്ളില്ല. വയോധികനായ ഷൗക്കത്ത് അലിക്ക് അന്ന് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട അനുഭവം ഏറ്റവും കൂടുതൽ ഉലച്ചത് മകനായ പി വി അൻവറിനെയായിരുന്നു. ആ പകയാണ് പി വി അൻവർ 2016 ആര്യടൻ മുഹമ്മദിൻ്റെ മകനായ ആര്യടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ചുകൊണ്ട് വീട്ടിയത്. ആര്യടൻ മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം മകൻ തൻ്റെ എതിരാളിയുടെ മകനോട് തോൽക്കുന്ന കാഴ്ച പുള്ളിക്കാരന് കാണേണ്ടി വന്നു. എന്തായാലും ആര്യടൻ കുടുംബത്തിനോടുള്ള അൻവറിൻ്റെ പക നശിക്കാതെ ഇങ്ങനെ ജ്വലിച്ചു തന്നെ നിൽക്കെ ആ തീയിൽ VD സതീശനും കൂടി ഉരുകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്.